സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ അടുത്തൊരു സരോജിനി മാർക്കറ്റ് ഹാളായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സരോജിനി മാർക്കറ്റ് ഹാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരിക്കൽ എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് അങ്ങനെ ഞാൻ ഒരു ഹാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഇമ്മക്കുട്ടിയും കൂടെ ഫസ്റ്റ് ടൈം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണാലി പോയില്ലേ, അതിന് തൊട്ട് മുന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോകായിരുന്നു കേട്ടോ, ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സരോജിനി മാർക്കറ്റ് ഇങ്ങനെയല്ല എന്നുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സരോജിനി മാർക്കറ്റ് ആയിരുന്നില്ല. ഒക്കെ ഇങ്ങനെ പക്ഷെ ഭയങ്കര പാടായിരുന്നു എന്തെങ്കിലും കിട്ടാനായിട്ട്. ഒന്നാമത് വിന്റർ ആ ഒരു കളക്ഷൻ ആയിരുന്നു. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അധികം കിട്ടിയതുമില്ല കേട്ടോ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സമ്മർ ടൈം ആയല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാൻ പോയത് ശരണ്യയുടെ ഒപ്പമാണ് കേട്ടോ. ഞാനും ശരണ്യയും കൂടിയിട്ടാണ് ഇവിടെ സരോജിനി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് പിന്നെയും വീഡിയോസ് ഒക്കെ കണ്ടിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു ഏത് ലെയിന്ന് പോകണം എന്നുള്ളത്. നമ്മൾ റെഫർ ചെയ്തത് കോക്കി മിസ്സിന്റെ വീഡിയോ ഇല്ലേ, അപ്പൊ അങ്ങനെ ഗ്രാഫിറ്റി ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സരോജിനി മാർക്കറ്റിന്റെ മെട്രോന്റെ അവിടെയുള്ള ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുൾ സരോജിനി മാർക്കറ്റ് അടിച്ചു പെറുക്കിയെന്ന് വേണം പറയാനായിട്ട്. ഞങ്ങളൊരു 3 മണിക്കറ്റ് അവിടെ എത്തിയിട്ട് വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. ഒരു 6-6.5 മണിക്കൂർ അത്രയും ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ കറങ്ങി നടന്ന് കുറേ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഒരു ചലഞ്ച് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവൾ എനിക്ക് സ്റ്റൈൽ ചെയ്ത് തരുന്നതും അതുപോലെ തന്നെ ഞാൻ അവൾക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കണ പോലത്തെ ഒരു കുട്ടി വീഡിയോ അണ്ടർ 1000 rupees ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് ഇമ്മക്കുട്ടി. അണ്ടർ 1000 rupees സ്റ്റൈൽ ചെയ്യണ പോലെയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഒരുവിധം കുറേ തപ്പിയായിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജീൻസ് അതുപോലെ തന്നെ ഈ ഒരു കോക്കി സ്റ്റൈൽ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ടീഷർട്ട്സ് അതൊക്കെ ഭയങ്കര വിലക്കുറവിലുണ്ട്. ഒരു ബോഹോ ലുക്കൊക്കെ ഇത്തിരി കുറവാട്ടോ. ഞാൻ ശരണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോഹോ വൈബായിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ ഒരു സ്റ്റൈൽ അങ്ങനത്തെ അല്ലേ. അപ്പോൾ അതെനിക്ക് വളരെ കുറവായിട്ട് തോന്നി. ബാക്കി ഇങ്ങനത്തെ ജീൻസ് ടോപ്സ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. കമ്മല്, വള, മാല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സരോജിനി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഏകദേശമൊക്കെ മനസ്സിലാവും എവിടെ പോയാൽ എങ്ങനെ. എന്നാലും അങ്ങനെ കുറേ അറിയാമെന്നുള്ളതല്ല, പക്ഷെ എന്നാലും ഏകദേശം ഇന്ന ഒരു വഴിയിൽ പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഞാനും അവളെ ഏകദേശം ഒരേ വൈബ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ കേട്ടോ. അതല്ലെങ്കിൽ അവൾ പൊളി വൈബാണ്, ഞാൻ അത്രയ്ക്കൊന്നും കൂളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഈ ഷോപ്പിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര കറങ്ങി നടക്കാനും ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്ര നേരം നടന്നത്. എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമാവണമെന്നില്ല, ആൻഡ് ദാറ്റ്സ് ഫൈൻ. അതൊരു കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ഞാനും ഇമ്മക്കുട്ടി ഏട്ടനും കൂടെ പോയിട്ട് ഏട്ടനും ഇമ്മക്കുട്ടിക്ക് ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടോ. എന്നിട്ട് ഇമ്മ അതിൽ ഇമ്മക്കുട്ടി അതിൽ പറയുകയും ചെയ്തു, ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ബ്ലോഗിൽ പറയുകയും ചെയ്തില്ല. ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുകയും ചെയ്തു ഇനി ഇങ്ങോട്ട് വരണ്ട. എന്തായിരുന്നു കുഞ്ഞു കാരണം പറഞ്ഞത്? ടു മച്ച് വാക്കിംഗ്. ആ, പിന്നെ ക്ലീൻ അല്ല എന്നും പറഞ്ഞു. അത് അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അങ്ങനെയായിരുന്നു അവസ്ഥ. പക്ഷെ രസമായിരുന്നു കേട്ടോ. എനിക്ക് അവളുടെ കൂടെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ ഫുള്ള് കണ്ടു. എൻ്റെ ആഗ്രഹം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നടന്ന് കണ്ടു, സരോജിനി മാർക്കറ്റ് കണ്ടു. അപ്പം ഞാനിങ്ങനെ കുറേയൊക്കെ പെറുക്കി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ജാക്കറ്റാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ലൂസായിട്ടുള്ള അങ്ങനത്തെ ജാക്കറ്റ് എനിക്ക് അധികം ഇല്ല കേട്ടോ. ഡെനിം ജാക്കറ്റ് ഉണ്ട്, അല്ലാണ്ട് ഈ ഒരു കളർ ഇല്ല. അപ്പോൾ ശരണ്യം പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനത്തെ ചേരുന്ന വെച്ചാൽ അവൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണല്ലോ, കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആയിട്ട് അങ്ങനത്തെ ഭയങ്കര കംഫർട്ടബിൾ അങ്ങനത്തെ ഒരു സ്റ്റൈലാണല്ലോ. ഞാൻ എപ്പോഴും ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ ഭയങ്കര വണ്ണം കുറവായതുകൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ലൂസ് ഡ്രസ്സ് ഇടുന്ന അത്ര ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ എന്താ വെച്ചാൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ കാരണം എന്നെ അതിനകത്ത് തപ്പേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഇടാറില്ല. പക്ഷെ അവള് പറഞ്ഞത് നല്ലതാണ് ചേച്ചി, ഇത് നന്നായിട്ട് ചേരുന്നു പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇത് എത്രയാണ്? 200-300, അതിൽ വിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അതും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത്, അതായത് ഒരു 4 മണി സമയത്തൊക്കെ എല്ലാതും അത്യാവശ്യം റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാതും ഇങ്ങനെ ഒരു 1000 രൂപയൊക്കെ പറയും ആദ്യം പറയുമ്പോൾ, പിന്നെ അത് സ്ട്രെയിറ്റ് പകുതിയാക്കും കേട്ടോ. നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു പോരുമ്പോൾ ചിലർ അങ്ങനെ സമ്മതിക്കും, ചിലർ നമ്മൾ ബാർഗെയിൻ ചെയ്യണം, നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. എനിക്ക് കുഴപ്പമില്ലാത്ത കഴിവുണ്ട് കേട്ടോ ബാർഗെയിൻ ചെയ്യാൻ. പിന്നെ എനിക്ക് ഭാഷയും നന്നായിട്ട് അറിയാം. ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷിനെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്ന ഭാഷയാണ് ഹിന്ദി. അപ്പോൾ അതുകൊണ്ട് അതിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു രസം. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു 600, 700, 800 പറയുന്ന സാധനങ്ങൾ നമ്മൾ ഒരു പകുതി വിലയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാം. ചിലപ്പോൾ അതിൽ കുറവും പറയും. അപ്പോൾ നമുക്ക് ഏകദേശം പകുതിക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ആദ്യം ബാർഗെയിൻ ചെയ്തിരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ, അതായത് രാത്രി സമയം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, 8 ഉണ്ടായിരുന്നു, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വിളിക്കും. എന്ന് വെച്ചാൽ ശരിക്കും 600, 700 അവർ പറഞ്ഞിരുന്ന സാധനം 100 രൂപയ്ക്ക് അവർ നമുക്ക് തരും. കാരണം അടയ്ക്കല്ലേ കടയൊക്കെ, വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടതും അങ്ങനെ തന്നെയാണ്. രാവിലെ 11 മണിക്കാണ് ഇവിടെ ഏകദേശമൊക്കെ തുറക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ അവർ വലിയ ബാർഗനിങ് ഇതിനൊന്നും നിൽക്കില്ല. നമ്മൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ തരും. അപ്പോൾ അതൊന്നുണ്ട്, രാവിലെ നേരത്തെ പോവാം, അല്ലെങ്കിൽ വൈകിട്ട് സേഫ്റ്റിയുടെ കാര്യം എനിക്ക് അത്ര ഇതില്ല കേട്ടോ, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതൊന്ന് നോക്കണേ. അതല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഒന്ന് ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല അറിയാവുന്ന ആൾക്കാരുടെ ഒപ്പമൊക്കെ ആണെങ്കിൽ വൈകിട്ടാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഭയങ്കര വിലക്കുറവിൽ നമുക്ക് സംഗതികൾ കിട്ടും കേട്ടോ. ലാസ്റ്റ് അയ്യോ ഞങ്ങൾക്ക് അയ്യോ എടുക്കണേ, പിന്നെ ഇതൊക്കെ കൂടി പെറുക്കി കൂട്ടി കൊണ്ടുവരണ്ടേ, ആ ഒരു ഇതിൽ നമ്മൾ പിന്നെ എടുക്കാഞ്ഞാൽ ലാസ്റ്റ് ഭയങ്കര കൈവിട്ട് പോയിട്ട് ശരിക്കും ഭയങ്കര രസം. ഭയങ്കര വിലക്കുറവിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊരു 200 or 300 ആ ഒരു റേറ്റിലാണ്. എനിക്ക് തോന്നുന്നു 300 ആണ്. 300 ഇത് അടിപൊളിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സരോജിനി മാർക്കറ്റ് എന്ന് പറയുന്നത്, ഞാൻ അതിൽ കുറച്ചധികം വർത്താനം പറയുന്നുണ്ട്. ഇൻ കേസ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഹോൾ ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സരോജിനി മാർക്കറ്റിൽ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ഡിഫക്റ്റീവ് പീസസ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസ്ഡ് ആയിരിക്കും, പലരും യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഡിഫക്റ്റീവ് ആണോ എന്നുള്ളത് അതാണ് മെയിനായിട്ട് നോക്കണം. ഇങ്ങനെ ഫുള്ളൊന്ന് നോക്കണം കേട്ടോ. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞി സാധനം ഉണ്ടാവും. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റിയതായി എന്ന് വരില്ല, പക്ഷെ എന്നാലും ശ്രദ്ധിച്ചൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാണ്ട് ഇടുന്നത് ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. ഒന്ന് കഴുകിയിട്ടൊന്ന് ഇടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതല്ലെങ്കിൽ ചൊറി പിടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നല്ലോണം ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇഷ്ടമല്ല. അതെല്ലാം ചെയ്യാം ഇങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് പീസസ്, അതല്ല അങ്ങനത്തെ ഒക്കെ സംഗതികൾ കുറേ പേര് പറയുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും എടുത്തുകൊണ്ടൊക്കെ വരുന്ന സാധനങ്ങൾ ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കതിന് സത്യാവസ്ഥ അറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനത്തെയാണ്. അതല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് 100 രൂപയ്ക്കൊക്കെ തുണി കിട്ടുന്നത്? പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. സാരയുടെ ഒക്കെ ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഡ്യൂപ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിയൽ ശരിക്കും സാരയുടെ തന്നെ ഡിഫക്റ്റീവ് പീസസും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതൊരു പാൻസ് ആണ്. ഇതിന് 300 രൂപയാണ്. നല്ല കളറാണ്. ഏത് ആണല്ലേ? അയ്യോ രക്ഷയില്ല കേട്ടോ, പൊട്ടമണാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പാൻസ് ആണ് കേട്ടോ, നല്ല ബ്രൗൺ. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പിന്നെ മേടിക്കുമ്പോൾ ഭയങ്കര നല്ല പൈസയാവും. എന്തായാലും 1500, 2000 രൂപ എന്തായാലും ആവും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നാളിടാം, സ്റ്റൈൽ ചെയ്യുക, അതിനൊക്കെ ഭയങ്കര പക്കയാണ്. ഞാനിങ്ങനെ ഫാസ്റ്റ് ഫാഷന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നല്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പീസസ് ഉണ്ടെങ്കിൽ അത് തന്നെയും പിന്നെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ടും, പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോർ ഉള്ള കാരണം എനിക്കത് നല്ല ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 120 പീസസ് ത്രിഫ്റ്റ് സ്റ്റോറിൽ വിറ്റിട്ടുണ്ട്. ഞാൻ മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മാക്സിമം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ആവുന്നതിന് മാക്സിമം. അതിപ്പോൾ അതിൽ ഡെലിവറി ചാർജസ് അടക്കം ആണ് ഞാൻ സെയിൽ ചെയ്യണത്. അപ്പോൾ ചില പീസസൊക്കെ എന്ന് പറഞ്ഞാൽ 200 രൂപ 300 രൂപയ്ക്കൊക്കെയാണ് ഓരോ കുർത്തയും അതൊക്കെ സെയിൽ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു തവണയൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ ഇങ്ങനെ എന്താ ബേബി അടിപൊളി വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നില്ലല്ലോ എന്നുള്ള സന്തോഷം. നമ്മൾ മാക്സിമം സെയിൽ ചെയ്യണം എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ പേര് അസ്വിക എന്നാണ്. എന്താ അസ്വിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്വി എൻ്റെ ഏട്ടൻ്റെ പേര്, ക ഇമക്കുട്ടിയുടെ, അതായത് അഗ്നികയുടെ കായാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അസ്വിക ഞങ്ങൾക്ക് രണ്ടാമതൊരു ബേബി ഉണ്ടെങ്കിൽ അത് പെൺകുഞ്ഞാണെങ്കിൽ ഇടാൻ വെച്ചിരുന്ന പേരായിരുന്നു. തൽക്കാലം നമ്മൾ ബിസിനസ് ഇട്ടു. ആദ്യം ഞാൻ അസ്വിക എന്ന ബിസിനസ്സിന് പേരിട്ടപ്പോൾ ഇമ്മക്കുട്ടി ദേഷ്യപ്പെട്ടു. എന്തിനാ അത്, എനിക്ക് ബേബി സിസ്റ്റർ ഉണ്ടാവുമ്പോൾ ഇടാൻ വെച്ചിരുന്ന പേരല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചു സാരില്ല, അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ലല്ലോ, ബിസിനസ്സിനും ബേബിക്കും ഒരേ പേരല്ലേ, നമ്മൾ 3 പേരുടെയും പേരും അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയാട്ടോ. അപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോർ ഒന്ന് ഫോളോ ചെയ്യണേ. ഞാൻ സെയിലാവുന്ന പീസസ് ഒക്കെ പിന്നെ ഡിലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ആ പോസ്റ്റ് അങ്ങനെ വെക്കാറില്ല, കാരണം അത് നമുക്ക് പിന്നീട് കൊടുക്കാനില്ലല്ലോ, ഒറ്റ പീസല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ.
അങ്ങനെ കുറച്ച് വിലക്കുറവുള്ള കുറേ സംഗതികൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഇത് നല്ല രസമുണ്ട്. ഇത് അവളുടെ സെലക്ഷൻ ആണ്, ശരണ്യയുടെ. അവൾ പറഞ്ഞു ചേച്ചി ഇത് നല്ല എന്തായാലും സെലക്ട് ചെയ്യാം, ഇത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ശരിയാവും. ഇതിങ്ങനെ ഡാഗിനി അമ്മൂമ്മയുടെ ഡ്രസ്സ് പോലെ വൺ ഷോൾഡർ ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഷെയ്ഡ് നന്നായിട്ടുണ്ടല്ലേ ഇമ്മക്കുട്ടി, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഒരു എനിക്ക് അവിടുത്തെ മണമുണ്ട്. എനിക്ക് പൊതുവെ തന്നെ ഈ മണം പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. എനിക്ക് ചെറിയ മണം പോലും വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴെന്നല്ല, കൂടുതൽ ഈ അതായത് പ്രഗ്നൻസിക്ക് ശേഷമാണ് എനിക്ക് ആ ഒരു കഴിവാണോ അത് കഴിവിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു വൃത്തിയിട്ട മണമുണ്ട്. ഇതെൻ്റെ അനിയന് വേണ്ടിയിട്ട് എടുത്തതാണ്. 300 രൂപയുള്ളൂ. അവൻ ഇങ്ങനത്തെ ലൂസായിട്ടുള്ള ഷർട്ട്സ് ഇടും. ഇങ്ങനെ ഈ സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് 100% കോട്ടൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനത്തെ ലൂസ് ഫിറ്റിംഗ് ഷർട്ട്സ് ഒക്കെ നന്നായിട്ട് ഇടും. ഏട്ടൻ ഇടില്ല കേട്ടോ, ഏട്ടൻ ഇങ്ങനത്തെ ഇടൂല്ല. ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ സ്ഥലത്ത് മേടിക്കണം. ആൾക്ക് പക്ക കൃത്യം ബ്രാൻഡ്സ് ഉണ്ട്, അത് മാത്രമേ ആൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഇത് ബ്രാൻഡ്സ് അല്ലാത്തതോ ഉണ്ണിക്കോ ഇല്ല കേട്ടോ. അമ്മക്കുട്ടി ആ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചതാ, സ്മെല്ലിന് ബുദ്ധിമുട്ട് വരണ്ട വിചാരിച്ചിട്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, സരോജിനി മാർക്കറ്റിലെ കടയിൽ നിന്ന്. എന്നാലും എനിക്കിത് നല്ലതായിട്ട് തോന്നി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. ഇത് 600 രൂപയുടെ 200 രൂപ മുതൽ പാൻസും ടോപ്പും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ തവണ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 200 രൂപയോ 300 രൂപയ്ക്കായിട്ട് സരോജിനി മാർക്കറ്റിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചായയൊക്കെ പോയി, എന്നാലും അമ്മ അത് ഇടുന്നുണ്ട്. അമ്മ ഇങ്ങനെ പല സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴും ഒക്കെ ഈ കുർത്ത ബോട്ടംസ് ഇടാലോ. അപ്പം അങ്ങനെ ഞാൻ നോക്കി മെറ്റീരിയൽ, എനിക്കിത് കുഴപ്പം തോന്നുന്നില്ല, ഇത് ചായം പോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേ കണ്ടോ, ഈ നെക്കിലൊരു ചെറിയ വർക്ക് ഉണ്ട്, സുഖമാണ് ഇടാനായിട്ട്. ആരാണപ്പാ ഇങ്ങനെ ഫുള്ള് തട്ടലും മുട്ടലും. താഴെ കേട്ടോ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോഷി പോലെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 600 രൂപയാണ്. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം, കുഴപ്പമില്ല കേട്ടോ, നല്ല മെറ്റീരിയൽ ആണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ നല്ല രസമില്ലേ, ക്യൂട്ടായിട്ടുണ്ട് അല്ലേ, നല്ലൊരു കളർ. കുഞ്ഞുവിന് എന്താ തോന്നണേ, അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും 600 രൂപയുടെയാണ്. 900 അല്ലേ, നല്ലതല്ലേ. ഇതും അതെ മെറ്റീരിയൽ. എനിക്ക് കഴിഞ്ഞ തവണ മേടിച്ചതിനെക്കാട്ടിലും നല്ലതായിട്ട് തോന്നി. അതാ ഞാൻ 600 രൂപയുടെ തന്നെ മേടിച്ചത്. അവിടുത്തെ ഷോപ്പിൽ നിന്ന് ആയതുകൊണ്ടാണ് കേട്ടോ വില കൂടിയത്. അതല്ല ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ ഒരു റൗണ്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ 600 അല്ല 300 രൂപ 200 രൂപ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും ടോപ്പ് ആൻഡ് ബോട്ടം. അതാണെങ്കിൽ നല്ല വിലക്കുറവാണല്ലോ. ഇതാണ് അമ്മയ്ക്ക് മേടിച്ചത്. അപ്പം അമ്മയ്ക്കും ഉണ്ണിക്കും പിന്നെ ഇമ്മക്കുട്ടിക്ക് മേടിച്ചത്, ഇമ്മക്കുട്ടി ഓൾറെഡി ഒട്ടിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും ബട്ടർഫ്ലൈ ഒക്കെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്, അത് കുഞ്ഞ് ഉപയോഗിച്ചു അല്ലേ. പിന്നെ കുറച്ച് 100 രൂപയുടെ കറബറ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ടോപ്പ് നോക്കൂ, ഇത് 100 രൂപയാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഷർട്ടാണ് ആക്ച്വലി, ഇത് റിയൽ ബട്ടൺസ് ഒക്കെ ആയിട്ട് ഉള്ള ഷർട്ടാണ്. എൻ്റെ സ്ലീവ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ബ്രാൻഡ്സ് ഒക്കെ പ്രത്യേകം പറയൂ കേട്ടോ, ഇങ്ങനെ റെഡ് കളറിൽ ഔട്ട്ഫിറ്റ് ഇടണം അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഇടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു സോളിഡ് റെഡ് ആയതുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. കൂളാണ്, നമുക്കിങ്ങനെ വീഡിയോസിനൊക്കെ ഇടാമല്ലോ. അതും ഞാൻ പറയണല്ലോ, നമുക്കിങ്ങനെ നമ്മുടെ ജോലിയുടെ ആവശ്യം കൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കറബറാന്ന് എടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു സരോജിനി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നല്ല പീസസ് ആക്കി എടുക്കുകയാണെങ്കിൽ, കുറച്ച് വില കൊടുത്തിട്ടാണെങ്കിലും നല്ല പീസസ് മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. ഇതും അതെ, ഇതും എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര വേണമെങ്കിലും കഴുകി യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ യൂസ്ഡ് ക്ലോത്ത്സ് ആണെന്നുള്ളത് അറിയാം. പക്ഷെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലതാണ്. അടുത്തതൊരു ഷർട്ട്, എഗെയിൻ ഇത് പോൾക്ക ഡോട്ട് ഷർട്ടാണ് കേട്ടോ. കൂളില് ഇതിന്റെ ഡിഫക്റ്റ് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോ ബട്ടനും ഓരോ കളറാണ്. അതെനിക്ക് സ്റ്റൈലായിട്ട് തോന്നുന്നില്ല, തെറ്റിവെച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെ ബട്ടൺ എടുത്ത് കളഞ്ഞാൽ നമുക്ക് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാമല്ലോ, നല്ലതല്ലേ. ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പും ജീൻസും ജാക്കറ്റും. ആണോ, നമുക്കുട്ടി പറയുന്നത് ബട്ടൺ കുഴപ്പമില്ല എന്ന്. ഇത് ഒരു റയോൺ മിക്സ് മെറ്റീരിയലുള്ള ഷർട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് കാണിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡെനം സ്കേർട്ടാണ് കേട്ടോ. ആദ്യം 1000 രൂപയൊക്കെ പറഞ്ഞു വെച്ചാൽ നമുക്ക് ലാസ്റ്റ് 300 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് തന്നെ എടുത്തതാണ് കേട്ടോ. 300 രൂപയ്ക്ക് ക്യാമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. പക്ക ഫിറ്റാണ് എനിക്ക്. എന്താണിത്,
താങ്ക് യു. അടിപൊളി ഫിറ്റാണ്, എനിക്ക് ഇഷ്ടമായി ഡെനിം സ്കേർട്ട്. ഞങ്ങളൊരു പ്രത്യേക ഉദ്ദേശത്തിൽ മേടിച്ചതാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. ഇതും അതെ, എനിക്ക് ശരണ്യ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാ. കുറച്ചിങ്ങനെ ബാഗി ആയിട്ടുള്ള ജാക്കറ്റ് ഉണ്ടല്ലോ അത്. ഇത് 300 രൂപയാണ് കേട്ടോ. നന്നായിട്ടില്ലേ, ഇതിലൊരു ഫ്ലോറൽ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇറ്റ്സ് നോട്ട് മൈ വൈബ്, ഞാൻ അങ്ങനെ അധികം പ്രിഫർ ചെയ്യുന്ന ഒരു ഇതല്ല. പക്ഷെ അവള് പറഞ്ഞത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ ഡ്രസ്സ് കോമഡിയാണ്, എനിക്കിതിങ്ങനെ തൂക്കിയിട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നമ്മൾ ഇനി അടുത്തത് ഗോവയ്ക്ക് പോകുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് ഇമ്മക്കുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഗോവയ്ക്ക് പോകുമ്പോൾ ഇടാലോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. താഴെ ഇങ്ങനെ ഫ്രിൽസും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ചെറിയ കോയിൻ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രയാണ് പറഞ്ഞത്? 650 700 ഒക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ആൾ ചോദിച്ചു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എത്ര വേണം, എത്രയിൽ വേണം? ഞാൻ പറഞ്ഞു 200. ഞാൻ വെറുതെ പറഞ്ഞതാ 200. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അയാൾ തിരിച്ച് വിളിച്ചിട്ട് 200 തന്ന്. ആദ്യം 500 എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അങ്ങനെ വേണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾ പെട്ടെന്ന് തന്നു 200 രൂപ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതിൻ്റെ ശരിക്കുള്ള വില എന്താണ്. യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ക്രോപ്പ് ടോപ്പ് ഇട്ടോ. ഇതും എന്തോ 50-60 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. ഇത് വേറെ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പ്. ഇതും 50 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്കിതൊക്കെ ഇട്ട് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പം ഇട്ട് കാണിച്ചാൽ മിക്കവാറും എനിക്ക് ചൊറി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വരും വീഡിയോസിലൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം കേട്ടോ. കഴുകിയിട്ടേ ഇടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഒരു ജൂത്തി 250. ഏതെടുത്താലും ചേച്ചി, കുഞ്ഞുവിൻ്റെ ട്യൂഷൻ ചേച്ചിക്ക്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇങ്ങനെ നിറയെ സീക്വൻസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. 250 രൂപ കേട്ടോ. ആണോ? നിറയെ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇങ്ങനത്തെ ജൂത്തീസ് ഒന്നും അധികം ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കുറച്ച് കമ്മൽ മേടിച്ചു കേട്ടോ. കമ്മൽ നോക്കുകയാണെങ്കിൽ ഏതെടുത്താലും 30 രൂപ 50 രൂപ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഈ കമ്മൽ കണ്ടോ, ഇത് രസമുണ്ടല്ലേ, ഒരു പ്രത്യേക ഷേപ്പിലുള്ളതാണ്. ടിയർ ഡ്രോപ്പ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ്. ഇത് കണ്ടോ പൂവിൻ്റെ, ഇട്ട് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് വൺ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അല്ലേ, അതാ ഇങ്ങനത്തെ ഒരു ഹാൻഡ് മെയ്ഡ് ടൈപ്പ് അതുണ്ട്. പിന്നെ ഇതും അതെ, ഇതൊരു ടിയർ ഡ്രോപ്പ് ആയിട്ടുള്ള. ഇതൊന്ന് 30 രൂപ 40 രൂപ 40 30 രൂപ 50 രൂപ അങ്ങനത്തെ ഇതിലാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. അവിടുത്തെ കമ്മലുകളൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴും 30 രൂപയുടെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. കഴിഞ്ഞില്ലേ? പിന്നെ മെയിനായിട്ട് ഈ ബാഗ്. അവിടെ ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ എന്തായാലും ഒരു ബാഗില്ലാണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ബാഗ് അവിടുത്തെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് മേടിക്കും കേട്ടോ. 100 രൂപയൊക്കെ പറയാ, പക്ഷെ ചിലർ നമുക്ക് ബാർഗെയിൻ ചെയ്ത് 60 രൂപ വരെ എത്തിക്കും കേട്ടോ. പക്ഷെ കുറേ സാധനങ്ങൾ കൊള്ളും. അങ്ങനത്തെ ഒരു ബാഗാണ്. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ബാഗ്. അമ്മ കുറേ നാളിത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മുടെ സരോജിനി മാർക്കറ്റ് ഹോൾ വീഡിയോ. താങ്ക് യു. നല്ലായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയി. ഇത് എവിടെ ഇരുന്നോട്ടെ ബേബി. അല്ലല്ല, അയ്യോ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ക്ലച്ച് ക്ലിപ്സ് മേടിച്ചു കേട്ടോ. 4 എണ്ണത്തിന് 100 രൂപ. ഇപ്പം ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഈ പൂവിൻ്റെ ക്ലച്ച് ക്ലിപ്പ്. പിന്നെ അതേപോലെ തന്നെ എത്ര നിൽക്കുന്നു എനിക്കറിയില്ല കേട്ടോ. പിന്നെ വലിയ ഒരെണ്ണം, ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ക്ലച്ച് ക്ലിപ്പാണ് എനിക്ക് എവിടെ പോകുമ്പോഴും വേണം. കാരണം ഞാൻ എപ്പോഴും മുടി കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ കെട്ടുക. എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച ക്ലച്ച് ക്ലിപ്പ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എനിക്ക് മുടി അഴിച്ചിടുന്നത്, ഈവൻ പോണിറ്റെയിൽ കെട്ടണത് പോലും ഇഷ്ടമല്ല. പിന്നെ എന്താ ഇത് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടി ഉണ്ട് കേട്ടോ, നല്ലതാ അത്. ക്വാളിറ്റി അത്ര അടിപൊളിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത്രയ്ക്ക് അത് പറയാനുള്ളൂ. 4 എണ്ണത്തിന് 100 രൂപയല്ലേ, അത് വലിയ കുഴപ്പമില്ല. അതും വലിയ സൈസിലൊക്കെ ഉള്ളതാ. ഇവിടെ ഒരെണ്ണത്തിന് തന്നെ 50 രൂപ 70 രൂപയ്ക്കൊക്കെ അല്ലേ നമുക്ക് കിട്ടണത്. അപ്പം ആ രീതിക്ക് ഭയങ്കര ലാഭമാണ്. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ബാർഗെയിനിങ് ഒന്നും, പിന്നെ ഇതിൽ ബാർഗെയിൻ ചെയ്യാൻ എന്താ ഉള്ളത്? അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഭയങ്കര വിലക്കുറവല്ലേ ഇത്. അപ്പം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സരോജിനി മാർക്കറ്റ് നമുക്ക് പറ്റിയ സമയത്താണ് പോണത്. അതായത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വിൻ്റർ ടൈം നമ്മൾ ഇവിടെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സരോജിനി മാർക്കറ്റ് വിൻ്റർ ടൈമിൽ പോണത് അബദ്ധമാണ്.
അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും തോന്നില്ല. അതുപോലെ തന്നെ ടൈമിങ്, അതായത് രാവിലെയാണോ വൈകിട്ടാണോ ഉച്ചയ്ക്കാണോ പോകണം. ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അബദ്ധമാണ്. രാവിലെയും അതേപോലെ കുറച്ച് വൈകി, അതായത് ഒരു ഏകദേശം രാത്രിയോട് എടുക്കുന്ന സമയം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. രാത്രി ആവുമ്പോൾ തോറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്, അതൊരു പ്രശ്നം. കഴിവൊന്ന് രാവിലെ ഒരു 11 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോന്നിനും ഓരോ ഗല്ലീസ്, ഇങ്ങനെ ലെയിൻസ് ഉണ്ടല്ലോ, അത് ഓരോ ടൈപ്പാണ്. ഇപ്പം എത്തനിക് വെയർസിന് ഒരു ടൈപ്പ്, ഒരു ഗല്ലിയുണ്ട്, അത് ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ ആണെങ്കിൽ അങ്ങനെ. പിന്നെ ചില ഷോപ്സിൽ നല്ല ലാഭത്തിൽ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ജൻപത്ത് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ജൻപത്ത് ഡൽഹിയിൽ. അപ്പോൾ ജൻപത്ത് പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിട്ടില്ല. ഇനി ഡൽഹിയിൽ പോകുമ്പോൾ ജൻപത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോയിട്ടുള്ളവർ എന്തെങ്കിലും പ്രത്യേക എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്, എന്തെങ്കിലും ടിപ്സും ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ബാർഗെയിനിങ് എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമില്ല. അത് ചിലരുടെ മനസ്സിന് നന്മ കൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ. ചിലർ പറയും എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ ഇഷ്ടമില്ല, നമ്മൾ മോൾസിൽ പോയാലൊന്നും ബാർഗെയിൻ ചെയ്യില്ലല്ലോ, അപ്പോൾ പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് എന്തിനാ ബാർഗെയിൻ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്, എല്ലാവരും ബാർഗെയിൻ ചെയ്ത് മേടിക്കുക. എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് ഈ ഓൺലൈൻ ബിസിനസ് ചെയ്തിരുന്നല്ലോ ബാംഗ്ലൂരുള്ള, അപ്പോൾ ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നൊക്കെ തുണികളൊക്കെ മേടിക്കാറുണ്ട്. എനിക്കപ്പോൾ അവിടെ നിന്നുള്ള ശീലം. കാരണം നമുക്ക് വിലക്കുറവിന് കിട്ടിയാലേ അത് വെട്ടി തുന്നി ഓരോരുത്തർക്ക് അയക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് വേണ്ടേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ലാഭമല്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. അതെനിക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ നല്ല ഉപകാരപ്പെടാറുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഹിന്ദി പറയാനും ഇത്ര പഠിച്ചത്. അവിടുത്തെ ഇങ്ങനെ ലോക്കൽ ആളുകളായിട്ട് ഇത്രയും സംസാരിച്ചു. ബാംഗ്ലൂർ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ ഒക്ലിപുരം, അതായത് അതിന് വേറൊരു പേര് KV, അങ്ങനെ എന്തോ ഒരു പേരും കൂടി വേറെ പറയും. പിന്നെ ചിക്പേട്ട്, ഇത് കുറേ മാർക്കറ്റ്സിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇവിടെ ബാർഗെയിൻ ചെയ്യണത്. അപ്പം ബാർഗെയിൻ ചെയ്യാൻ പറ്റിയ നല്ല വിലക്കുറവിൽ കിട്ടും. ബാർഗെയിൻ ചെയ്യില്ലെങ്കിൽ നമ്മൾ വില കൂടുതൽ കൊടുത്ത് തന്നെ മേടിക്കേണ്ടി വരും. നല്ലോണം കൂട്ടി തന്നെ പറയും അവർ, അതിൽ യാതൊരു സംശയമില്ല. ശരിക്കുള്ള വിലയൊന്നും അല്ല പറയണത്, നല്ലോണം കൂട്ടി തന്നെയാണ് പറയണത്. അപ്പോൾ ബാർഗെയിൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് സരോജിനി മാർക്കറ്റിനെ കുറിച്ച്. അത് തുണികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊരു പാരഡൈസാണ്, ഒരു ഹെവനാണ്. നമുക്ക് ഇങ്ങനെ കറങ്ങി നടന്നത് ഒരു ഭയങ്കര രസമാണ്. കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് സൂക്ഷിക്കണം. അതൊന്ന് ഫോണൊക്കെ പിടിച്ച് നടക്കുമ്പോഴൊക്കെ ഭയങ്കര സേഫായിട്ട് നോക്കണം. ആരെങ്കിലും തട്ടിപ്പറിച്ച് ഓടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചുറ്റിന് എപ്പോഴും ആൾക്കാരായിരിക്കും. അപ്പോൾ സേഫ് ഗാർഡ് ചെയ്യുക സ്വയം, അത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഈ ബെൽറ്റ്, പെർഫ്യൂം, പിന്നെ ഈ എയർപോർട്ട്സ്, അതിൻ്റെയൊക്കെ ഡ്യൂപ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ രഹസ്യമായിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇതെന്താണ് ഇപ്പം ഇങ്ങനെ രഹസ്യമായിട്ട് പറയണത്, ഇതെന്ത് വിൽക്കാനാണ് എനിക്ക് ഈ എയർപോർട്ട്സും അങ്ങനെയൊക്കെ അത് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനത്തെ സംഗതികൾ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൂൾ പ്ലേസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ എനിക്ക് സരോജിനി മാർക്കറ്റിൽ എനിക്ക് പറഞ്ഞാലും തീരില്ല, ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അത്രയേ ഉള്ളൂടാ. അപ്പം എല്ലാവർക്കും ഈ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഞാൻ ഈ വരുന്ന വീഡിയോസിലൊക്കെ ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. ബൈ.